നിങ്ങളുടെ കുഞ്ഞിന് വലിപ്പം കുറവാണെന്ന് ഡോക്ടർ പറയുമ്പോൾ നെഞ്ചിലൊരു ആന്തലുണ്ടാകും അല്ലേ? ആ നിമിഷം മുതൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ വന്നു നിറയും. പക്ഷേ പേടിക്കേണ്ട, ഈ അവസ്ഥയെപ്പറ്റി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതിനു സഹായിക്കുന്ന ഒരു വിശകലനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതാണ് എല്ലാ അച്ഛനമ്മമാരുടെയും മനസ്സിലുള്ള ആ പ്രധാനപ്പെട്ട ചോദ്യം. വലിപ്പം കുറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളും അപകടത്തിലാണോ? ഉത്തരം അല്ല എന്നാണ്. എന്നാൽ പിന്നെ ഏത് കുഞ്ഞിനാണ് കുറച്ചുകൂടി കെയർ വേണ്ടത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന്റെ തൂക്കം മാത്രം നോക്കുന്നത് ഒരു പഴയ പത്രം വായിക്കുന്നത് പോലെയാണ്. അതായത് വൈകി കിട്ടുന്ന ഒരു റിപ്പോർട്ട്. കുഞ്ഞിന്റെ വളർച്ച ഇന്ന് നിലച്ചാൽ പോലും അത് തൂക്കത്തിലറിയാൻ ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ എടുത്തെന്നിരിക്കും. അവിടെയാണ് ഡോപ്ലർ സ്കാൻ ഒരു തത്സമയ കാലാവസ്ഥാ പ്രവചനം പോലെ നമ്മളെ സഹായിക്കുന്നത്. ശരി, നമുക്കിതിന്റെ ബേസിക്സ് ഒന്ന് നോക്കാം. അടിസ്ഥാനപരമായി 2 തരം വലിപ്പം കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ഒന്നാമത്തെ കൂട്ടർ SGA, അതായത് സ്വാഭാവികമായി വലിപ്പം കുറഞ്ഞ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ രണ്ടാമത്തെ കൂട്ടർ FGR, അതായത് മറുപിള്ളയുടെ എന്തെങ്കിലും പ്രശ്നം കാരണം വളർച്ച മുരടിച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന കുഞ്ഞുങ്ങൾ. ഈയൊരു വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരേയൊരു ടൂൾ ഡോപ്ലർ സ്കാനാണ്. അപ്പോൾ ഡോപ്ലർ സ്കാൻ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം ഒരു സപ്ലൈ ചെയിനായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ സപ്ലൈ ചെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പൈപ്പുകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകളാണ് ഡോക്ടർമാർ ഡോപ്ലറിലൂടെ നിരീക്ഷിക്കുന്നത്. അതിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റാണ് പൊക്കിൾക്കൊടിയിലെ ധമനി. ഇതാണ് കുഞ്ഞിലേക്കുള്ള പ്രധാന ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. മറുപിള്ളയെ നമ്മുടെ വീട്ടിലെ ഒരു വാട്ടർ ഫിൽട്ടർ പോലെ ഒന്ന് ഓർത്തു നോക്കൂ. ഫിൽട്ടർ നല്ല ക്ലീൻ ആണെങ്കിൽ വെള്ളം ഈസിയായി ഒഴുകിപ്പോവും. അതായത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കുറവായിരിക്കും. എന്നാൽ ഫിൽട്ടറിൽ അഴുക്കടിഞ്ഞ് അത് ബ്ലോക്കായാലോ പമ്പിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അതായത് പ്രതിരോധം കൂടും. ഏകദേശം ഇതുപോലെയാണ് മറുപിള്ളയും പ്രവർത്തിക്കുന്നത്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, പൊക്കിൾക്കൊടിയിലെ രക്തയോട്ടം കുറയുകയോ പൂർണ്ണമായി നിലയ്ക്കുകയോ അല്ലെങ്കിൽ നേരെ തിരിച്ചൊഴുകുകയോ ചെയ്യുമ്പോഴാണ്. അതിനർത്ഥം മറുപിള്ളയ്ക്ക് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സൂചനയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചെക്ക് പോയിന്റിലേക്ക് പോകാം. കുഞ്ഞ് ഈയൊരു സ്ട്രെസ്സിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ഒന്നാണിത്. ഇതാണ് തലച്ചോറിലേക്കുള്ള പ്രധാന രക്തക്കുഴൽ. നമ്മുടെ ഒരു അത്യാവശ്യത്തിന് കുറച്ച് പണം ഒരു എമർജൻസി ഫണ്ടായി മാറ്റിവെക്കില്ലേ? അതുപോലെ തന്നെയാണ് കുഞ്ഞും. ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോൾ ബുദ്ധിമാനായ കുഞ്ഞ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ തലച്ചോറിനെ സംരക്ഷിക്കാൻ അങ്ങോട്ട് കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ഡോക്ടർമാർ ബ്രെയിൻ സ്പെയറിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്പെയറിംഗ് എന്ന് കേൾക്കുമ്പോൾ നല്ലൊരു കാര്യമല്ലേ എന്ന് തോന്നാം, അല്ലേ? പക്ഷേ സത്യം അതല്ല. കുഞ്ഞ് ഒരു സർവൈവൽ മോഡിലാണെന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. അതായത് കുഞ്ഞ് കടുത്ത സമ്മർദ്ദത്തിലാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇനി നമ്മൾ എത്തുന്നത് അവസാനത്തെ ഏറ്റവും നിർണായകമായ ഒരു ചെക്ക് പോയിന്റിലേക്കാണ്. ഇത് കുഞ്ഞിന്റെ ഹൃദയത്തിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ രക്തക്കുഴലാണ്. ഇതിനെ നമുക്കൊരു പ്രഷർ വാൽവ് എന്ന് വിളിക്കാം. മറുപിള്ളയുടെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ രക്തം തിരികെ ഹൃദയത്തിലേക്ക് ഒരു ബാക്ക് പ്രഷർ കൊടുക്കാൻ തുടങ്ങും. ഈ സമ്മർദ്ദത്തെ കുഞ്ഞിന്റെ ഹൃദയം എത്രത്തോളം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഈ കുഞ്ഞൻ രക്തക്കുഴൽ നമുക്ക് കൃത്യമായി കാണിച്ചു തരും. ഈ രക്തക്കുഴലിലെ റീഡിംഗിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഫൈനൽ വാർണിംഗ് ആണ്. ഗർഭകാലം എത്ര ആഴ്ചയായി എന്നുപോലും നോക്കാതെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഡോക്ടർമാരെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും ഈ ഒരു കണ്ടെത്തലായിരിക്കും. ഇതൊക്കെ കേട്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്ക് ചിലത് ചെയ്യാൻ പറ്റും. നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു കർമ്മ പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്. എപ്പോഴും ഇടതുവശം ചെരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ കൃത്യമായ അളവിൽ പ്രോട്ടീൻ കഴിക്കുക. ഈ കാര്യങ്ങൾ കുഞ്ഞിന്റെ ചുറ്റുമുള്ള അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും. വെറുതെ ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് മാത്രം മറുപിള്ളയിലേക്കുള്ള രക്തയോട്ടം 30% വരെ കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ അതാണ് സത്യം. അത്രയധികം ഫലപ്രദമാണ് ഈ ഒരു ചെറിയ കാര്യം. ദിവസവും ഒരു 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ലക്ഷ്യം വയ്ക്കുക. ഇത് രക്തത്തിന്റെ കട്ടി കുറയ്ക്കാനും രക്തയോട്ടത്തിന്റെ വേഗത കൂട്ടാനും സഹായിക്കും. ഒരു ചെറിയ മുന്നറിയിപ്പ്: പ്രീ എക്ലാംസിയ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം ചോദിച്ചിട്ട് മാത്രമേ ഇത്രയും വെള്ളം കുടിക്കാവൂ. നിങ്ങളുടെ ബോഡി വെയ്റ്റിന്റെ ഓരോ കിലോക്കും 1.5 ഗ്രാം പ്രോട്ടീൻ, അതാണ് കണക്ക്. ആരോഗ്യമുള്ള ഒരു മറുപിള്ളയെ ഉണ്ടാക്കിയെടുക്കാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. മുളപ്പിച്ച പയർ, പനീർ, പരിപ്പ്, മുട്ടയുടെ വെള്ള, ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ശരി, ഇനി ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്താം. യാഥാർത്ഥ്യം എന്താണെന്നും പേടിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വേർതിരിച്ചറിയാം.
ഏറ്റവും സാധാരണയായി കേൾക്കുന്ന ഒന്നാണ്, ഞാൻ ആവശ്യത്തിന് നെയ്യ് കഴിക്കാത്തതുകൊണ്ടാണോ കുഞ്ഞിന് വലിപ്പം കുറഞ്ഞത് എന്നത്. അല്ല, ഇതിന് നെയ്യുമായി ഒരു ബന്ധവുമില്ല. പ്രശ്നം മറുപിള്ളയുടേതാണ്. അതുപോലെ ഇടയ്ക്കിടെ സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിന് ദോഷം ചെയ്യുമോ എന്ന പേടിയും വേണ്ട. അതുകൊണ്ടുള്ള പ്രയോജനം അതിന്റെ ചെറിയ റിസ്കിനേക്കാൾ എത്രയോ വലുതാണ്. പിന്നെ പൂർണ്ണമായ ബെഡ് റെസ്റ്റ് വേണമെന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. അത് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂട്ടുകയുള്ളൂ. ചെറിയ നടത്തം പോലെയുള്ള മിതമായ വിശ്രമമാണ് നല്ലത്. ഡോക്ടർമാർക്ക് കുഞ്ഞിനെ നിരീക്ഷിക്കാൻ കൃത്യമായൊരു പ്ലാനുണ്ട്. ചെറിയ സ്ട്രെസ്സാണെങ്കിൽ 1-2 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്യും. സമ്മർദ്ദം കൂടുന്തോറും നിരീക്ഷണം കർശനമാക്കും. ചിലപ്പോൾ ദിവസവും സ്കാൻ വേണ്ടിവരും. സ്റ്റേജ് 4-ലെത്തിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രസവം നടത്തേണ്ടിവരും. അപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം ചിട്ടയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. സ്കാനുകൾക്കിടയിലുള്ള സമയത്ത് കുഞ്ഞിന്റെ ഏറ്റവും വലിയ സംരക്ഷകർ നിങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കുഞ്ഞിന് അനക്കമില്ലെങ്കിൽ, മുഖത്തും കൈകാലുകളിലും പെട്ടെന്ന് നീര് വന്നാൽ, അല്ലെങ്കിൽ വയറിന്റെ മുകൾ ഭാഗത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കണം. അതുകൊണ്ട് ഓർക്കുക, ഡോപ്ലർ ഒരു പേടിപ്പെടുത്താനുള്ള ഉപകരണമല്ല, നമ്മളെ ശക്തിപ്പെടുത്താനുള്ള ഒന്നാണ്. ഒരു 30 വർഷം മുൻപ് നമുക്ക് കാണാൻ പോലും കഴിയാതിരുന്നൊരു ലോകത്തിലേക്കുള്ള ജനലാണത്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ദിവസം പോലും നേരത്തെയോ വൈകിയോ അല്ലാതെ ഏറ്റവും ശരിയായ സമയത്ത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയുന്നു. ഓർക്കുക, ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ ഈ വെതർ ഫോർകാസ്റ്റ് കയ്യിലെ വെച്ച് നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും ചേർന്ന് എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും നല്ലൊരു തുടക്കം കൊടുക്കാൻ പോകുന്നത്?